നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂലൈ 21. ജൂലൈ 21-നാണ് ചാന്ദ്രദിനം ആചരിക്കുന്നത്. ചോദ്യം 2. ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. അതായത് സ്പുട്നിക് 1 ആണ് ആദ്യ കൃത്രിമ ഉപഗ്രഹം. ചോദ്യം 3. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും എത്ര അകലെയാണ്? ഉത്തരം ഏകദേശം 3,80,000 കിലോമീറ്റർ അകലെ. അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം 3,80,000 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ചോദ്യം 4. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? ഉത്തരം യൂറി ഗഗാറിൻ. അതായത് യൂറി ഗഗാറിൻ ആണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ. ചോദ്യം 5. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം റഷ്യ, അതായത് മുൻ സോവിയറ്റ് യൂണിയൻ. ചോദ്യം 6. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത്? ഉത്തരം ചന്ദ്രൻ, അതായത് ചന്ദ്രനാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം. ചോദ്യം 7. ഫോസിൽ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത്? ഉത്തരം ചന്ദ്രൻ, അതായത് ചന്ദ്രനാണ് ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം. ചോദ്യം 8. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ ഏത്? ഉത്തരം സെലനോളജി, അതായത് സെലനോളജിയാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ. ചോദ്യം 9. ചന്ദ്രനിൽ നിന്നും ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത്? ഉത്തരം കറുപ്പ്. കറുപ്പാണ് ചന്ദ്രനിൽ നിന്നും ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം. ചോദ്യം 10. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഉത്തരം ടൈറ്റാനിയം, അതായത് ടൈറ്റാനിയമാണ് ഏറ്റവും കൂടുതലുള്ള മൂലകം. ചോദ്യം 11. ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത്? ഉത്തരം അപ്പോളോ 4. അപ്പോളോ 4 ആണ് ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം. 1967-ലാണ് അപ്പോളോ 4 ഭൂമിയെ പ്രദക്ഷിണം ചെയ്തത്. ചോദ്യം 12. ലൂണ 1 ഏത് രാജ്യത്തിന്റെ സംഭാവനയായിരുന്നു? ഉത്തരം USSR, സോവിയറ്റ് യൂണിയൻ, റഷ്യ. ചോദ്യം 13. ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഏത്? ഉത്തരം ലൂണ 3, അതായത് ലൂണ 3 ആണ് ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം. ചോദ്യം 14. മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത്? ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ, അതായത് ഫ്രം എർത്ത് ടു മൂൺ എന്ന പുസ്തകമാണ് മനുഷ്യന്റെ ചാന്ദ്രയാത്ര ആദ്യമായി ഭാവനാത്മകമായി ചിത്രീകരിച്ച പുസ്തകം. ചോദ്യം 15. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? ഉത്തരം വ്യായം. ചോദ്യം 16. വ്യായത്തിന്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണമെന്ത്? അതായത് വ്യായത്തിന്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഗലീലിയോ ആണ് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അതായത് ഗലീലിയോ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് കൊണ്ടാണ് വ്യായത്തിന്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം. ചോദ്യം 17. സൂപ്പർമൂൺ എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം, അതായത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തെയാണ് സൂപ്പർമൂൺ എന്ന് പറയുന്നത്. ചോദ്യം 18. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ചോദ്യം 19. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം
അപ്പോളോ 11. അപ്പോളോ 11 ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം. ചോദ്യം 20. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. അപ്പം ഇതോടുകൂടി ചാന്ദ്രദിന ക്വിസിൻ്റെ 1ാം പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് 2nd പാർട്ടിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. താങ്ക് യു.